സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിൽ കൊളുത്തുപുഴ മീൻമുട്ടിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ കാണുന്നതാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിഞ്ഞിരിക്കുന്ന ആർച്ച് പാലം. കട്ടളപ്പാറ റൂട്ടിലേക്കുള്ള പാലമാണ്. ഇപ്പോഴും അതിന്റെ മുകളിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും, നല്ല ശക്തിയായിട്ടാണ് വെള്ളം ഒലിച്ച് താഴോട്ട് വരുന്നത്. ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നില്ലേ, കലക്ക വെള്ളമാണ് വരുന്നത്. ഇപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്രമാത്രം സ്പീഡിനാണ് വെള്ളം താഴോട്ട് വരുന്നത്. ഇത് പറയാനുള്ള കാരണം നമുക്ക് കണ്ട് ഇവിടെ വരുമ്പോൾ ഈ ഇത്രയും ഭാഗം ഈ 1-2 മാസം കൊണ്ട് നല്ല മഴയാണ് പെയ്യുന്നത്. ഈ ഇത്രയും മഴ പെയ്ത് കലക്ക വെള്ളം വന്നിട്ട് പോലും ഈ ഡാമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയെങ്കിലും കലക്ക വെള്ളത്തിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടണലുണ്ട്. ഈ ടണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് മീൻമുട്ടി എന്ന് പേര് വീഴാൻ കാരണം തന്നെ ഇവിടുന്ന് ഒരു ടണൽ രൂപപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ ഉള്ളതാണ്. ഈ ടണലിൽ കൂടെയാണ് ഇത്രയും ശക്തമായിട്ടുള്ള വരുന്ന വെള്ളം ടണലിൽ കൂടെ പോയി ഡാമിൻ്റെ സെൻട്രൽ ഭാഗത്തോടെ പൊങ്ങുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ 2 കളറായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. അവിടെ അടുത്ത് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും, ചെറിയ ഒരു ചുഴിയുണ്ട്. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് ഈ കലക്ക വെള്ളം അടിയിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ യാതൊരു കാരണവശാലും ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ബോഡി പോലും കിട്ടത്തില്ല. ഈ മീൻമുട്ടിന്ന് പേര് വീഴാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതായത് ഡാം പണിയുന്നതിന് മുന്നേ ഈ വെള്ളം പോകുന്നത് ഈ തുരങ്കത്തിൽ കൂടെ മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇപ്പം വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മൂലവശം കാണാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു മീൻ പോയാൽ റിട്ടേൺ കയറി വരത്തില്ല. അതിനാണ് മീൻമുട്ടിന്ന് സ്ഥലത്തിന് പേര് തന്നെ വീണിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ സൈഡിൽ കൂടെ റോഡ് പോയേക്കുന്നത്, ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു റോഡൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഡാമിൽ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ആവാൻ പറ്റാത്തതുകൊണ്ട് അവർ അപ്പുറത്തൂടെ റോഡ് പണിഞ്ഞ് അതിലെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ കാണാൻ കഴിയും. ആൾക്കാരെല്ലാം മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമുക്ക് അവർ കൊടുക്കുകയാണെങ്കിൽ മീൻ മേടിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, യാതൊരു കാരണവശാലും ഇവിടെ വന്ന് ആരും വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ബോഡി പോലും കിട്ടത്തില്ല. പിന്നെ ഫോറസ്റ്റുകാർ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ ഫൈനായിരിക്കും കിട്ടുന്നത്. ഇവിടെ കയറി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫോറസ്റ്റിൻ്റെ അവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ കയറി വരാൻ. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് ആരെയും കയറി വരാനായിട്ട് ക്ഷണിക്കത്തില്ല. മാക്സിമം ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. മീൻ അത്യാവശ്യം കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം. നല്ല അടിപൊളി സ്ഥലമാണ് മീൻമുട്ടി. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.